നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചേക്കുന്നത് എന്തായിരുന്നു? എങ്ങനെയാണ് ഒരു ലിപ്പിഡ് മെമ്പറൈൻ്റെ കോമ്പോസിഷൻ എന്നുള്ളതായിരുന്നു. ഏതൊക്കെ ലിപ്പിഡ്സ് അതിൽ ഇൻവോൾവ് ആണ്, ഏതൊക്കെ പ്രോട്ടീൻസ് അതിൽ ഇൻവോൾവ് ആണ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനെയൊക്കെയാണ് ലിപ്പിഡ് മെമ്പറൈനിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതും പഠിച്ചതും. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു മോളിക്കുലാർ സ്ട്രക്ചർ, മെമ്പറൈൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ പറയാൻ വേണ്ടിയിട്ട് 3 സയൻറ്റിസ്റ്റുകൾ ഡിഫറെൻറ്റ് മോഡൽസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഡിഫറെൻറ്റ് മോഡൽസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഏത് മോഡൽ എടുക്കുകയാണെങ്കിലും അതിലുള്ള കൺസെപ്റ്റ് സെയിം ആണെന്നും അതിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷനിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത മോഡൽ എന്ന് പറയുന്നത് സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്തേക്കുന്ന ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണെന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ നേരെ അതിൻ്റെ മോളിക്കുലാർ മോഡൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു 3 ലെയറായിട്ടാണ് മെമ്പറൈൻ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ അതിൽ നടുക്കത്തെ ഒരു ലെയർ ഉണ്ടാവും. ഓക്കെ, നടുക്ക് ഇങ്ങനെ ഒരു ലെയർ, പിന്നെ ഉണ്ടാവും പുറത്തേക്ക് അല്ലേ, അതായത് സെൽ മെമ്പറൈൻ സെല്ല് പുറത്തെ എൻവയോൺമെൻ്റ് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മെറ്റീരിയൽസ്, അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ലെയർ ഉണ്ടാവും. അതുപോലെ സൈറ്റോപ്ലാസ്മുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ലെയർ ഉണ്ടാവും. ഓക്കെ, ഇപ്പം സെല്ലിൻ്റെ പുറത്തുള്ള ഈ ലെയറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രോട്ടീനാണ്. സെല്ലിൻ്റെ അകത്തുള്ള ഈ ലെയറിൻ്റെ മെയിൻ കോമ്പിനേഷൻസും എന്താണ്? പ്രോട്ടീനാണ്. അത് മാറി ഈ പുറത്തെ എൻവയോൺമെൻറ്റുമായിട്ടും അകത്തെ എൻവയോൺമെൻറ്റുമായിട്ടും ഡയറക്റ്റ് ഇൻട്രാക്ഷൻ കുറവുള്ള, തീരെ ഇല്ല എന്നല്ല, കുറവുള്ള ഈ ഒരു സെൻട്രൽ ലെയറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലിപ്പിഡുമാണ്. ബാക്കിയുള്ള കമ്പോണൻസൊക്കെ അതിൻ്റെ എക്സ്ട്രാ മെറ്റീരിയൽസ്, മെയിൻ കമ്പോണൻസ് മാത്രമാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 3 ലെയേർഡ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ പറയുന്നതാണ് ട്രൈ ലാമിനാർ എന്നുള്ളത്. നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ്സ് ട്രൈ ലാമിനാർ ഇൻ നേച്ചർ. ഓക്കെ, അപ്പം ഒപ്റ്റിക്കലി ലൈറ്റ് ലെയർ ആണെന്ത്? ലിപ്പിഡിൻ്റെ ലെയർ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കലി ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ലൈറ്റ് അപ്പിയറൻസിൽ കാണുന്നതാണ്. അതാണ് ഒപ്റ്റിക്കലി ലൈറ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കലി ഡെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഡാർക്കായിട്ട് കാണുന്ന റീജിയൻസിനെയാണ് നമ്മൾ ഒപ്റ്റിക്കലി ഡെൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒപ്റ്റിക്കലി ഡെൻസ് ആയിരിക്കും ആര്? പ്രോട്ടീൻ എന്ന് പറയുന്ന ലെയർ. ആൻഡ് ദെൻ ലിപ്പിഡ് ലെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഒപ്റ്റിക്കലി ലൈറ്റ്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മെമ്പറൈൻ അപ്പിയർ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, പക്ഷേ ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് മെമ്പറൈൻ ലെയർ അല്ല, മറിച്ച് മെമ്പറൈനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലെയറാണ്. അതുപോലെ തന്നെ ഈ പ്രോട്ടീനും അങ്ങനെ തന്നെയാണ്. സെൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിലൂടെയാണ് അതൊക്കെ എക്സ്പ്ലെയിൻ ആവുന്നത്. ജസ്റ്റ് ഒരു ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഒരു അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ആദ്യത്തെ 2 പേരും ഈ മോഡൽസ് പ്രപ്പോസ് ചെയ്തത്. പിന്നീട് അതിൻ്റെ ഫങ്ഷനിങ്ങും കാര്യങ്ങളും ഫിസിയോളജിക്കൽ റോളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 3 മോഡൽസാണ് പഠിക്കാനുള്ളത്. ഒന്നെന്താണ്? ഡാനിയലി ഡാബ്സൺ മോഡൽ, ദാറ്റ് ഈസ് ബൈ ലെയർ മോഡൽ. റോബർട്ട്സോണിയൻ യൂണിറ്റ് മെമ്പറൈൻ മോഡൽ. ഇപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത്, യൂണിറ്റ് മെമ്പറൈൻ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ ലെയർ മാത്രമുള്ള പ്ലാസ്മ മെമ്പറൈനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. ദ സെയിം 3 ലെയറിനെ കുറിച്ച് തന്നെയാണ് ഈ 3 പേരും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഫിസിയോളജിക്കൽ റോള് കൃത്യമായിട്ട് എങ്ങനെ പ്ലേ ചെയ്യും എന്നതിനനുസരിച്ചിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന് സിംഗർ ആൻഡ് നിക്കോൾസൺസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തതെന്നുള്ളൂ. അപ്പോൾ 3 ആളെ കൺസെപ്റ്റിലും എന്തുണ്ട്? 3 ലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത്, 2 പ്രോട്ടീൻ ലെയറും 1 ലിപ്പിഡ് ലെയറും എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ബൈ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ലെയർ ഉള്ളത് ആണെന്നും യൂണിറ്റ് മെമ്പറൈൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ലെയർ ഉള്ളതാണ് എന്നും തെറ്റിദ്ധരിച്ചേക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 3ലും 3 ലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഡാനിയലി ഡാബ്സൺ മോഡലിൽ
ബൈലെയർ എന്ന് പറയുന്നത് വേറൊരു തരത്തിലും അറിയപ്പെടുന്നുണ്ട്, സാൻഡ്വിച്ച് മോഡൽ എന്ന് പറഞ്ഞിട്ടും അറിയപ്പെടുന്നുണ്ട്. അപ്പം സാൻഡ്വിച്ച് മോഡൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില നോട്ട്സിൽ എന്ത് കിട്ടും, സാൻഡ്വിച്ച് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ട് ഹെഡിങ്ങിൽ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കാണും. ഇറ്റ്സ് ആക്ച്വലി ഡാനിയലി ഡാവ്സൺ പ്രപ്പോസ് ചെയ്ത മോഡലിൻ്റെ വേറൊരു രൂപം മാത്രമാണ് സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയുന്നത്. ഞാനിവിടെ കൊടുത്തേക്കുന്ന ഫിഗറിൽ സാൻഡ്വിച്ച് മോഡലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ the first concept, that is bilayer model by Davson Danieli. അപ്പം ബൈലെയർ മോഡൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു ലിപ്പിഡ് മോഡൽ, ഒരു ലിപ്പിഡ് ലെയർ ഉണ്ട്, പ്രോട്ടീൻ ലെയർ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ബയോകെമിക്കൽ കോമ്പിനേഷനും ലിപ്പിഡ് എന്ന് പറയുന്ന ഒരു ബയോകെമിക്കൽ കോമ്പിനേഷനും ഉള്ളതുകൊണ്ട് പ്രോട്ടീൻ ലിപ്പിഡ് എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് വരുന്നത് കൊണ്ടാണ് അവിടെ ബൈലെയർ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഡാവ്സൺ കൊണ്ടുവന്നത്. ഓക്കെ, ഡാനിയലി ആൻഡ് ഡാവ്സൺ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവിടെയും 3 ലെയർ ഉണ്ട്, പക്ഷേ പ്രോട്ടീൻ ലെയർ, ലിപ്പിഡ് ലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ബൈലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വന്നത്. സോ ഡാനിയലി ഡാവ്സൺ പ്രപ്പോസ് ദാറ്റ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് 3 layers. കണ്ടോ, അവിടെ പറഞ്ഞില്ലേ, എല്ലാറ്റിലും 3 ലെയർ ഉണ്ട്. ഓക്കെ, ബയോമോളിക്കുലാർ ലെയർ ഓഫ് ലിപ്പിഡ് ദാറ്റ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 layers ഓഫ് പ്രോട്ടീൻ. ഞാനിവിടെ വരച്ചേക്കുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, സെയിം. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ്റെ ലെയർ, ലിപ്പിഡിൻ്റെ ലെയർ, അതുകൊണ്ടാണ് ബൈലെയർ. കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു, വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 layers ഓഫ് പ്രോട്ടീൻ വേർ ദ ലിപ്പിഡ് ഈസ് സാൻഡ്വിച്ച്ഡ് ഇൻ ബിറ്റ്വീൻ ദം എന്നുള്ളതാണ് ഡാനിയലിയുടെ ബൈലെയർ മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇന്നർ എൻഡ്സ് ഓഫ് ദ ലിപ്പിഡ് മോളിക്യൂൾസ് ആർ ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. നമ്മൾ ഇന്നലെ ഫോസ്ഫോലിപ്പിഡിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നതാണ്. ഒരു പോളാർ ഹെഡ് ഉണ്ട് എന്നും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ ഉണ്ട് എന്നുള്ളതും. പോളാർ ഹെഡ് എപ്പോഴും ഹൈഡ്രോഫിലിക് ആയിരിക്കും അല്ലേ. അപ്പം ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് ടെയിലിനെ കൊണ്ടായിരിക്കും ഫോം ചെയ്തേക്കുന്നത്, ഔട്ടർ റീജിയൻ എന്ന് പറയുന്നത് പോളാർ ഹെഡിനെ കൊണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഔട്ടർ റീജിയൻ എന്താണ്, ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ ആണ്, ആൻഡ് ഇന്നർ റീജിയൻ ഈസ് ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. അപ്പോൾ നോൺ പോളാർ ആയിട്ടുള്ള ഹൈഡ്രോഫിലിക് ആൻഡ് പോളാർ, അപ്പോൾ നോൺ പോളാർ മീൻസ് ഇന്നർ റീജിയൻ ഓഫ് ദ ലിപ്പിഡ് ഈസ് ഹൈഡ്രോഫോബിക് ആൻഡ് നോൺ പോളാർ, ആൻഡ് ദെൻ ഔട്ടർ എൻഡ്സ് ആർ ഹൈഡ്രോഫിലിക് ആൻഡ് പോളാർ. പോളാർ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു ഞാൻ, ഫോസ്ഫോറിക് ആസിഡ് ഉള്ളത് കൊണ്ടാണത് പോളാറായിട്ട് നിൽക്കുന്നത് അല്ലേ, കാരണം ചാർജ്ഡ് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. ദെൻ ഹൈഡ്രോഫിലിക് ആവാൻ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ആരുണ്ട്, ഗ്ലിസറോളിൻ്റെ OH കൂടെ അവിടെ റോള് പ്ലേ ചെയ്യുന്നുണ്ട് ഹൈഡ്രോഫിലിക് ആവാൻ വേണ്ടിയിട്ട്. ലോങ് ആലിഫാറ്റിക് ചെയിനാണ് ആരത്, ഫാറ്റി ആസിഡിൻ്റെത്. അതുകൊണ്ടാണ് ഇതെന്തായത്, ഹൈഡ്രോഫോബിക് ആയത്. അതും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ മോഡലിനെ നമ്മൾ സാൻഡ്വിച്ച് മോഡൽ എന്നും പറയാറുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് പ്രോട്ടീന് ഈ പറയുന്ന മെംബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്? നമുക്കറിയാം, ലിപ്പിഡ് മെംബ്രെയിനിലെ ഔട്ടർ എൻഡ് എന്ന് പറയുന്നത് പോളാർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ പോളാർ എൻഡുമായിട്ട് ഇറ്റ് ഈസ് ത്രൂ അയോണിക് എക്സ്ചേഞ്ചസ് ആൻഡ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ദാറ്റ് പ്രോട്ടീൻ, ഔട്ടർ ആൻഡ് ഇന്നർ പ്രോട്ടീൻ ഈസ് ആക്ച്വലി അറ്റാച്ച്ഡ് ടു ദ ലിപ്പിഡ് ലെയർ. അപ്പോൾ അതാണ് ഓർമ്മിക്കേണ്ടത്. അപ്പം ഈ 2 പോയിന്റും മറക്കരുത്. ഓക്കെ, സോ proteins attached to the outer ends of the lipid membranes are actually interacting to the lipid through ionic and hydrostatic interactions. Now, ഈ ഒരു മെമ്പറിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നിർബന്ധമായിട്ടും വരച്ച് പഠിച്ചിരിക്കണം. വരക്കാൻ അധികമൊന്നുമില്ല, ഒരു ലിപ്പിഡ് ബൈലെയർ ഉണ്ടാക്കണം, അതിൻ്റെ മുകളിലേക്ക് പ്രോട്ടീൻ കട്ടൊക്കെ വരക്കണം, അത്രേ ഉള്ളൂ അല്ലേ. അപ്പം അതിൽ ഹൈഡ്രോഫിലിക് സോൺ ഉണ്ട്, ഇതും ഹൈഡ്രോഫിലിക് സോണാണ്. സെൻട്രൽ ലിപ്പിഡ് ലെയറാണ് ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത്. സെൻട്രൽ ലിപ്പിഡ് ലെയറിലെ ഫാറ്റി ആസിഡ് നോക്കാം, നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇത് തുടങ്ങുന്നത് ഫാറ്റി ആസിഡ് ടെയിലാണ്. പോളാർ ഹെഡ് ഗ്രൂപ്പിനെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഹൈഡ്രോഫോബിക് എന്ന് മാർക്ക് ചെയ്തേക്കരുത്. അപ്പം ഈ നടുക്കുള്ള ഹൈഡ്രോഫോബിക് സോൺ മാർക്ക് ചെയ്തേക്കുന്നത് ടെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ്. ഹെഡ് ഗ്രൂപ്പിനെ നമ്മൾ എവിടെയാണ് കൊണ്ടുവച്ചേക്കുന്നത്, ഹൈഡ്രോഫിലിക് സോണാണ്. അപ്പം ശരിക്കും ഒരു മെംബ്രെയിൻ്റെ ഹൈഡ്രോഫിലിക് സോൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് ഹൈഡ്രോഫിലിക് സോൺ എന്ന് പറയുന്നത്? ലിപ്പിഡിൻ്റെ പോളാർ ഹെഡും പ്രോട്ടീനും ചേർന്നിട്ടാണ് ഹൈഡ്രോഫിലിക് സോൺ ഉണ്ടായേക്കുന്നത്. ഏത് മെമ്പർ, ഡാനിയൽ ആൻഡ് ഡാവ്സന്റെ ബൈലെയർ മോഡലാണ് നമ്മൾ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബൈലെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വേറൊരു തരത്തിലും പറയാൻ പറ്റും അല്ലേ. എന്താണ്,
ഹൈഡ്രോഫിലിക് ലെയർ ആൻഡ് ഹൈഡ്രോഫോബിക് ലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലും ബൈലെയർ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് വന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രണ്ട് ലേബലിങ്ങും, ഈ സൈഡിൽ ലേബൽ ചെയ്തേക്കുന്നതും ഈ സൈഡ് ലേബൽ ചെയ്തേക്കുന്നതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഹൈഡ്രോഫോബിക് സോൺ മാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും പോളാർ ഹെഡ് ഗ്രൂപ്പ് ഓഫ് ദ ലിപ്പിഡ് ഇൻക്ലൂഡഡ് ആയേക്കരുത് എന്ന് ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ദ സാൻഡ്വിച്ച് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ ബൈലെയർ മോഡൽ ബൈ ഡൈവ്സൺ ആൻഡ് ഡാനിയേലി. നൗ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് മെംബ്രെയിൻ മോഡലാണ്. ഓക്കെ, യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ ബൈ റോബർട്ട്സൺ. ഒറ്റ യൂണിറ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ്, ഒരൊറ്റ ആളായിട്ട് നിൽക്കുന്നു. അല്ലാതെ ലെയർ ഓഫ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒന്ന് എന്നല്ല അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ആസ് എ കോമ്പാക്റ്റ് യൂണിറ്റ് ആയിട്ട് മെംബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നു. ഈവൻ ദോ ദേ ഹാവ് പ്രോട്ടീൻ ലെയർ, ലിപ്പിഡ് ലെയർ, ഹൈഡ്രോഫോബിക് റീജിയൻ, ഹൈഡ്രോഫിലിക് റീജിയൻ എറ്റ്സെട്ര. അങ്ങനെയൊക്കെ ആയാലും അവർ ഒന്നിച്ച് നിൽക്കുന്നു, ഒന്നിച്ചൊരു ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് പറയുന്നത്. ദാറ്റ്സ് റോബർട്ട്സൺ. ഓക്കെ, സോ ബേസ്ഡ് അപ്പോൺ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഓഫ് മൈലിൻ ഷീത്ത് ആണ് റോബർട്ട്സൺ ഇത് പ്രപ്പോസ് ചെയ്തേക്കുന്നത് ഇൻ 1959. ഇയർ വലിയ ഇമ്പോർട്ടൻസ് അല്ല, എന്നാലും ഈ മൈലിൻ ഷീത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹി പ്രപ്പോസ്ഡ് ദിസ് particular model based on his observation, electron microscopic observation in myelin sheath of the neurons. Proposed his famous unit membrane model. Called it as a unit membrane because of the pattern of molecular organization was same for all membranes. ഏത് മെംബ്രെയിൻ എടുക്കുകയാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണേ. ഇപ്പോൾ ഏത് മെംബ്രെയിൻ എടുക്കുകയാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെയാണ് പ്ലാസ്മ മെംബ്രെയിൻ കാണുക അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ കാണുക. അതുകൊണ്ട് യൂണിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ പുള്ളി കൊണ്ടുവന്നു. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാനിയൽ ആൻഡ് ഡാഡ്സൻ്റെ മോഡൽ അതുപോലെ കൺസെപ്റ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. എന്താണ്? ഔട്ടർ ഇന്നർ പ്രോട്ടീൻ ലെയർ സാൻഡ്വിച്ച്ഡ് ബൈ സാൻഡ്വിച്ചിങ് ദ ഇന്നർ ലിപ്പിഡ് ലെയർ എന്നുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, മിഡിൽ ലിപ്പിഡ് ലെയർ, ഹൈഡ്രോഫോബിക്, ഹൈഡ്രോഫിലിക് റീജിയൻ, അതൊക്കെ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. ഞാനിപ്പം ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ നോട്ട്സിൽ കൊടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ മാത്രമാണ് ചോദിച്ചിട്ടുണ്ട് ഒരു 2 വെയിറ്റേജിന് എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഡാനിയൽ ആൻഡ് ഡാവ്സൻ്റെ മോഡൽ അവരെ പേര് പറയാതെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, പ്രോട്ടീൻ ലെയറും ലിപ്പിഡ് ലെയറും ഇന്നർ പ്രോട്ടീൻ ലെയറും, ആ ഒരു സ്ട്രക്ചർ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, കാരണം സെയിം കൺസെപ്റ്റാണ് ആരും പറയുന്നത്, റോബർട്ട്സണും പറയുന്നത്. പക്ഷെ പുള്ളി അഡീഷണൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പുള്ളിയുടെ താഴെ ഞാനിവിടെ പോയിൻ്റായിട്ട് കൊടുത്തേക്കുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ഇപ്പം ലിപ്പിഡ് ബൈമോളിക്കുലാർ ലെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി 3.5 നാനോമീറ്റർ ഇൻ തിക്നെസ്. ഔട്ടർ പ്രോട്ടീൻ ലെയറും ഇന്നർ പ്രോട്ടീൻ ലെയറും രണ്ടും 2 നാനോമീറ്റർ വെച്ചാണ്. അപ്പം 2, 2, 4 + 3.5 ഇപ്പോൾ എത്രയായി? 7.5 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോൾ 7.5 നാനോമീറ്റർ ആണ് ഈ പറയുന്ന മെംബ്രെയിൻ്റെ തിക്നെസ് എന്ന് കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 7.5 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായി? 75 ആങ്സ്ട്രോമായി. അപ്പോൾ ഈ കൺവേർഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് പുള്ളി പറഞ്ഞ മേജർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ 2 മോഡലും ഇപ്പോൾ ഡാനിയൽ ആൻഡ് ഡാവ്സൺ ആയാലും റോബർട്ട്സൺ മോഡലായാലും പ്രശ്നം എന്താണ്? കൃത്യമായിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു മെംബ്രെയിനിൽ കൂടെ സൊല്യൂട്ട്സോ അല്ലെങ്കിൽ ആവശ്യമായുള്ള സംഗതികളോ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, റിസപ്റ്റർ എന്താണ്, ചാനൽസ് എന്താണ്, അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റും ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല. ഈ 2 മോഡൽസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് അവരുടെ ഡ്രോബാക്സും. അവിടെയാണ് സിംഗർ ആൻഡ് നിക്കോൾസൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിക്കുന്നത് മോസ്റ്റ് ആക്സെപ്റ്റബിൾ ആയിട്ട് അത് മാറുന്നത്. കൃത്യമായിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലാണ് സിംഗർ ആൻഡ് നിക്കോൾസൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ റോബർട്ട്സൺ മോഡൽ വരയ്ക്കുമ്പോൾ ഏകദേശം ഇത് തന്നെ, ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ചാൽ മതി. ഈ പ്രോട്ടീൻ ലെയറിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ചിട്ട് വരച്ചാൽ മതി. ബാക്കിയൊക്കെ സെയിം കൺസെപ്റ്റാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ലേബൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നിങ്ങൾ റോബർട്ട്സൺ മോഡലിൻ്റെ യൂണിറ്റ് മെംബ്രെയിൻ മോഡലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയേണ്ടത്. ഓക്കെ, നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നില്ല. എക്സ്ട്രിൻസിക് പ്രോട്ടീൻ ഉണ്ട്, ഇൻട്രൻസിക് പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, പെരിഫറൽ പ്രോട്ടീൻ ഉണ്ട്. ഇൻട്രൻസിക്കിൽ ഒരു അഡീഷണൽ കൺസെപ്റ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന സംഗതിയാണ് റോബർട്ട്സൻ്റെ മോഡൽ ഇത്. ഓക്കെ,
എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുന്നത് ലിപ്പിഡ് ലെയറിൻ്റെ പുറത്തേക്ക് മാത്രം, ഓക്കെ, ഇപ്പം ഇതോ എന്നുള്ളതല്ല, പുറത്തേക്ക് മാത്രമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അകത്തേക്കൊന്നും കയറുന്നില്ല, പുറത്തേക്ക് മാത്രമായിട്ട് നിൽക്കുന്ന പ്രോട്ടീനെയാണ് പുള്ളി എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, മോളിക്കുലാർ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞ കോമ്പിനേഷനിൽ പറഞ്ഞ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, അതെ, ഇങ്ങനെ വന്നിട്ട് പുറത്തേക്കും വരുന്നു അകത്തേക്കും വരുന്നു. അപ്പോൾ ഇതിനെയാണ് പുള്ളി ഇൻട്രിൻസിക് പ്രോട്ടീൻ, ലിപ്പിഡിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കൺസെപ്റ്റ് പ്രകാരം എക്സ്ട്രിൻസിക് പ്രോട്ടീനെ എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇൻട്രിൻസിക് പ്രോട്ടീനെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു അഡീഷണൽ ഫീച്ചർ ഡാനിയലി ആൻഡ് ഡാവ്സന്റെ മോഡലിനേക്കാൾ പുള്ളി പറഞ്ഞ വേറൊരു അഡീഷണൽ ഫീച്ചറാണിത് എന്ന് മനസ്സിലാക്കുക. Okay, this can be easily removed. Spectrin in red blood cells and ATPase in mitochondria are examples of intrinsic protein. Then extrinsic protein, and then intrinsic protein എന്ന് പറയുമ്പോൾ that will be entering through the lipid bilayer and the extraction is not easy because അത് ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് it's difficult. Okay. Now we are just moving into the fluid mosaic models of സിംഗർ ആൻഡ് നിക്കോൾസൺ. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പം ഇവിടെ രണ്ട് റോബർട്ട്സൺ മോഡലും ഡാനിയൽ ആൻഡ് ഡാവ്സൺ മോഡലും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഡാവ്സൺ ഡാനിയലിൻ്റെ കണ്ടിന്യൂഷനാണ് റോബർട്ട്സൺ എന്ന് പറയുന്നത്. റോബർട്ട്സൻ്റെ കേസിൽ എക്സ്ട്രാ വന്ന കാര്യം ഒന്ന്, കൃത്യമായിട്ട് തിക്നെസ്സിനെ കുറിച്ച് പുള്ളി മെൻഷൻ ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് പ്രോട്ടീനെ കുറിച്ചും അതിൻ്റെ സെപ്പറേഷനെ കുറിച്ചും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഡാവ്സന്റെ അതേ സെയിം കൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ് റോബർട്ട്സൺ മോഡൽ എന്നുള്ളത് മനസ്സിലാക്കുക. മൈലിൻ ഷീറ്റാണ് പുള്ളി അനലൈസ് ചെയ്ത മെമ്പറൈൻ എന്ന് പറയുന്നതും ഓർക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഡിസ്കസ് ചെയ്യാം. അതിൽ ഒരു ലോങ് വീഡിയോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോങ് വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ ഇത്രയും നല്ലതാണ് ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് രണ്ടെണ്ണം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനും പഠിക്കാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.